ല്ല നടത്തിയ ആ ചർച്ച നമ്മൾ പല ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് വയനാട് റീബിൽഡ് വയനാടിന്റെ ഭാഗമായിട്ട്. ഇപ്പോൾ ഇന്നത്തെ ഒരു ക്യാമ്പയിൻ പൂർണ്ണമാകുമ്പോഴും ഏത് തരത്തിലുള്ള സഹായമൊക്കെയാണ് ഒഴുകുന്നത് എന്നുള്ളതൊക്കെയുണ്ട്. പുനരധിവാസം കൃത്യമായി ഉറപ്പാക്കപ്പെടും എന്ന് പറയുകയാണ് ഡിവൈഎഫ്ഐ അടക്കം പറയുന്നത്. ഷംഷാദ് പോലും അങ്ങനെ ഒരു പ്രതീക്ഷ പ്രകടമാക്കുന്നുണ്ട്. ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു കൃത്യമായ ബ്ലൂ പ്രിന്റ് ഉണ്ട് എന്ന് താങ്കൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടോ? ആദ്യമേ തന്നെ 2014 നല്ല വരൾച്ച വന്നിരുന്നു കേരളത്തിൽ. അന്നും ഇതുപോലെ ന്യൂസ് 18 വലിയൊരു ക്യാമ്പയിൻ എടുത്തിരുന്നു, ഒണ്ടേ ക്യാമ്പയിൻ എടുത്തിരുന്നു. അന്ന് വൈകുന്നേരം ഞാൻ ചർച്ചയിൽ പങ്കെടുത്തിരുന്ന ഞാനായിരുന്നു എക്സ്പെർട്ട് എന്നുള്ള നിലയിൽ. ഡോക്ടർ തോമസ് ഐസക്, ഇന്നത്തെ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി, അങ്ങനെ തുടങ്ങിയ വ്യക്തിത്വങ്ങളും അതിനകത്ത് പങ്കെടുത്തിരുന്നു. ഞാനും പങ്കെടുത്തിരുന്നു. അതുപോലെ പ്രളയ സമയത്തും ഇതുപോലെ ജനങ്ങളോടൊപ്പം വലിയ ക്യാമ്പയിൻ നടത്തിയിരുന്നു. ഇപ്പോൾ മൂന്നാമത്തെ പരിപാടിയാണ്. മൂന്നിലും ഞാനും പങ്കെടുത്തിരുന്നു. അപ്പോൾ തുടർച്ചയായി ഇത്തരത്തിൽ ജനങ്ങളോടൊപ്പം നിന്ന് ന്യൂസ് 18 പരിപാടികൾ പങ്കെടുക്കുന്നതിലും നടത്തുന്നതിലും അതിൽ എന്നെപ്പോലുള്ള ആളുകളെ പങ്കെടുപ്പിക്കുന്നത്, ഞങ്ങൾ സാങ്കേതികമായി പഠിച്ച ആളുകളെ പങ്കെടുപ്പിക്കുന്നതിലും ഉള്ള സ്നേഹവും നന്ദിയും ആദ്യം അറിയിക്കുകയാണ്. രണ്ടാമതായി അവിടെ എനിക്ക് ഈ ചർച്ചയുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും അവിടുത്തെ ഡിവൈഎഫ്ഐയുടെ അവിടെയുള്ള ഞാൻ മനസ്സിലാക്കുന്ന വയനാടുള്ള വ്യക്തിയും കൂടെയാണ് ഇതിനകത്തിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എനിക്ക് ഇന്നൊരു ആശങ്കയുണ്ട്. ആശങ്ക എന്ന് പറയുന്നത്, നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞു, ന്യൂസ് 18 വഴി തന്നെ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ട്, പലരും പറഞ്ഞ കാര്യം. ടൗൺഷിപ്പ് ആദ്യമായി കേരളത്തിൽ ഒരു പല പൊതു ചാനലുകളിലൂടെ, ഞാൻ പല ചാനലിൽ വന്നിരുന്നു, ഞാനാണ് അങ്ങനെ ഒരു ആശയം വെക്കുന്നത്. അപ്പോൾ വയനാടുള്ള ആളുകൾ പലരും എന്നോടത് എതിർപ്പ് തന്നെ ചാനൽ വഴി പറഞ്ഞു. പക്ഷേ അതിപ്പോൾ ഒരു ഗവൺമെൻറ് പരിപാടിയായി. തീർച്ചയായും നമുക്കതിൻ്റെ ചാനലിന് അത് വേണമെന്നില്ല, ഗവൺമെൻറ്റിൻ്റെ തന്നെ പരിപാടിയായി വരട്ടെ. രണ്ടാമത്, എല്ലാവർക്കും കുറച്ച് ദിവസമെങ്കിലും എല്ലാ ദിവസവും ചെറിയ പൈസ കൊടുക്കണം, ധനസഹായം കൊടുക്കണമെന്ന് പറഞ്ഞു ഒരു ചർച്ച വന്നിരുന്നു. അപ്പോൾ ആദ്യം അങ്ങനെ ഇതുവരെ ഇല്ല, ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തതാണ്. സാധാരണ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും 1 ലക്ഷം 3 ലക്ഷം 2 ലക്ഷം അനൗൺസ് ചെയ്യുന്നതാണ് ഉള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം ഈ ദുരന്തത്തിൽ വ്യത്യസ്തമായൊരു സമീപനം ഗവൺമെൻറ് സ്വീകരിച്ചു. അത് ചാനലുകളിൽ വന്ന് ചർച്ചയുണ്ട്, ഗവൺമെൻറ്റിൻ്റെ തീരുമാനമുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനത്തൊക്കെ തന്നെയാണല്ലോ കാര്യങ്ങൾ വരുന്നത്. അതിനും ഗവൺമെൻറ്റിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് മൂന്നാമത്തെ എൻ്റെ വിഷയം, റീഹാബിലിറ്റേഷൻ വരുമ്പോൾ അടിയന്തരമായൊരു സ്പെഷ്യൽ ഓഫീസറെ അവിടെ പോസ്റ്റ് ചെയ്യണം. കാരണം അവിടെ ഇപ്പോൾ 2 ആഴ്ച ആയിട്ടില്ല അവിടെ കളക്ടർ വന്നിട്ട്. ഈ ദുരന്തം നടക്കുന്നതിന് 1 ആഴ്ച മുമ്പാണ് പുതിയ കളക്ടർ അവിടെ വന്നിരിക്കുന്നത്. 2 ആഴ്ച പോലും ആയിട്ടില്ല. കളക്ടറെ സംബന്ധിച്ചിടത്തോളം ആയിരക്കണക്കിന് പരിപാടികളും കാര്യങ്ങളുമുണ്ട്. നാളെ കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 ആഴ്ച കൂടെ കഴിയുമ്പോൾ അവർ റൊട്ടീൻ പരിപാടികളിലേക്ക് പോകും. പിന്നെ ഉദ്യോഗസ്ഥരുടെ മീറ്റിങ്ങുകളും മറ്റു കാര്യങ്ങളായിട്ടായിരിക്കും ഇത് നീങ്ങുന്നത്. പരമ്പരാഗത പരിപാടിയിലാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നതെങ്കിൽ തീർച്ചയായും ഇതിൽ ഒരുപാട് പരാതികളും പ്രശ്നങ്ങളും വരും. ഡിവൈഎഫ്ഐയുടെ നേതാവോടെയുണ്ട്, എല്ലാ ആദരവോടെ പറയട്ടെ, താങ്കൾ പറഞ്ഞ പോലെ അല്ല വയനാട്ടിലെ കാര്യങ്ങൾ. ഞാനിതെല്ലാം കേരളത്തിൽ എവിടെയായാലും വർഷങ്ങളായി പഠിക്കുകയും എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. കവളപ്പാറയിലും പുനരധിവാസത്തിൽ അശാസ്ത്രീയമാണ്, പുത്തുമലയിൽ ചെയ്തതും അശാസ്ത്രീയമാണ്, പുട്ടുമടിയിൽ ചെയ്തതും അശാസ്ത്രീയമാണ്, സുനാമിയിൽ ചെയ്തതും അശാസ്ത്രീയമാണ്. അപ്പോൾ ഞാൻ എല്ലാ ഗവൺമെൻറ്റിനും പറയുകയാണ്, നമ്മുടെ സിസ്റ്റത്തെയാണ് പറയുന്നത്. വളരെ അശാസ്ത്രീയമായ കാര്യങ്ങൾ നമ്മൾ സമീപിക്കുന്നത്. 8 വീട് വെച്ച് ഹാരിസൻ്റെ എസ്റ്റേറ്റിൽ 8 വീട് വെച്ച് കൊടുത്തിട്ട് 450 രൂപയ്ക്ക് തേയില നുള്ളാൻ പോകുന്ന ഒരു സ്ത്രീ 30-60 രൂപയ്ക്ക് ദിവസം വാഹനത്തിൽ പോയി തിരിച്ചു വരുമ്പോൾ അവർക്ക് 300-350 രൂപ മാത്രമാണ് കയ്യിലുണ്ടാവുക, അല്ലെങ്കിൽ 360 പോയിട്ട് ബാക്കി രൂപ. ആളുകൾക്കത് അസൗകര്യമാണ്. പിന്നെ അതുപോലെ തന്നെ വീട് വെച്ച് കൊടുത്തതിൽ വേറെ സ്ഥലത്ത് 25 വീട് വെച്ച് കൊടുത്തതിൽ 10 വീട് ചോർന്നു പോയി. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഒരു റവന്യൂവിൻ്റെ ലാൻഡ് പഞ്ചായത്തിന് കിട്ടാൻ 1 വർഷമായിട്ടും കഴിയാത്ത സ്ഥലമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പുനരധിവാസത്തിൻ്റെ എൻ്റെ ആശങ്ക, അതിനൊരു മിഷൻ അടിയന്തരമായിട്ട് അവിടെ രൂപീകരിക്കണം. ശരിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഡിവൈഎഫ്ഐ ഒക്കെ ഗവൺമെൻറ്റിലേക്കും കൂടെ നിർദ്ദേശം കൊടുക്കണം. നല്ലൊരു മിഷൻ അവിടെ രൂപീകരിക്കണം. അവരായിരിക്കണം ഈ പ്രോജക്റ്റുകൾ ഡിസൈഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഫൈനലൈസ് ചെയ്യേണ്ടത്. ഡിസൈഡ് ചെയ്യുന്ന എല്ലാവരും കൂടെ ചെയ്തോട്ടെ, ഫൈനലൈസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സ്പെഷ്യൽ ഓഫീസറെ, ഏറ്റവും സീനിയറായിട്ടുള്ള നല്ലൊരു IAS സ്പെഷ്യൽ ഓഫീസറായിട്ട് ചുമതലപ്പെടുത്തണം. അതിനൊരു മിഷൻ ഓഫീസ്, പ്രത്യേകിച്ചൊരു മിഷൻ ഓഫീസ് ജില്ലയിൽ പ്രവർത്തിക്കണം. അതൊരു റൗണ്ട് ദ ക്ലോക്ക് ഓഫീസായിരിക്കണം, 24 അവേഴ്സും പ്രവർത്തിക്കുന്ന ഓഫീസായിരിക്കണം. IT റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഓഫീസായിരിക്കണം. ആ ഓഫീസിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസും ചീഫ് സെക്രട്ടറി ഓഫീസും റവന്യൂ മന്ത്രിയുടെ ഓഫീസും ഇതിൻ്റെ പ്രധാനപ്പെട്ട വകുപ്പ് മന്ത്രിമാരുടെ ഓഫീസും സെക്രട്ടറിമാരുടെ ഓഫീസുമായി തിരുവനന്തപുരത്ത് ഡാഷ്ബോർഡ് വഴി അത് കണക്ട് ചെയ്യണം. ആ ഒരു മോണിറ്ററിംഗ് സംസ്ഥാനത്ത് ഉണ്ടാവണം. അങ്ങനെ കാര്യങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതുവരെ 2004 മുതൽ 20 വർഷത്തെ ദുരന്ത നിവാരണ റീഹാബിലിറ്റേഷൻ്റെ അനുഭവം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അത് റോഡിനെടുക്കുന്ന സ്ഥലമെടുത്തതായാലും, വിഴിഞ്ഞം പദ്ധതി ആയാലും, ദുരന്തങ്ങളായാലും, പ്രളയമായാലും എല്ലാറ്റിലും ജനങ്ങൾക്ക് കണ്ണുനീരുണ്ട്. സ്ത്രീകളുടെ കണ്ണുനീർ നമ്മൾ ഒരുപാട് കണ്ടതാണ്. ഈ പരിപാടി നടക്കുമ്പോൾ ഈ കാലഘട്ടത്തിലും ഈ സമയത്തും ചില സ്ത്രീകളൊക്കെ വന്ന് കരഞ്ഞ് പല ചാനലുകളിലും പറഞ്ഞതാണ്. അതുകൊണ്ട് ഇനി കുട്ടികളുടെയും സ്ത്രീകളുടെയും പുരുഷന്മാരുടെ ആരുടെയും കണ്ണുനീർ വീഴാതെ, ഇതിൽ അഴിമതിയില്ലാതെ, അഴിമതി പോലെ പ്രധാനമാണ് ഡിലേ ഒരു വലിയ പ്രശ്നമാണ്. നമുക്കൊരു റൈറ്റ് അല്ലെങ്കിൽ ഒരു അവകാശം ജനങ്ങൾക്ക് കിട്ടുമ്പോൾ ജനാധിപത്യത്തിൽ ഡിലേ ആണ് ഏറ്റവും വലിയ നീതി നിഷേധം. അപ്പം ഡിലേ ഉണ്ടാവാൻ പാടില്ല.
കറപ്ഷൻ നടക്കാൻ പാടില്ല, അർഹമായ എല്ലാവർക്കും കിട്ടണം. അതിന് ടൗൺഷിപ്പ് മറ്റെന്തോന്ന് വെച്ചാൽ ആലോചിക്കുക. പിന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതിനോട് എനിക്കൊരു ചെറിയ അഭിപ്രായ വ്യത്യാസമുള്ളത്, മേപ്പാടിയിലെ ജനങ്ങൾ സ്വാഭാവികം മേപ്പാടി തന്നെ താമസിക്കണമെന്ന് ചിലപ്പോൾ നിർബന്ധം പിടിക്കും. പക്ഷേ നിങ്ങൾ അത് കൗൺസിലിങ്ങിലൂടെയും നിരന്തരമായ ചർച്ചകളിലൂടെയും മേപ്പാടിയിലെ സുരക്ഷിതമായ സ്ഥലങ്ങൾ കുറവാണെങ്കിൽ തൊട്ടടുത്ത പഞ്ചായത്തുകളിലോ തൊട്ടടുത്ത സ്ഥലങ്ങളിലോ മാറ്റി പാർപ്പിക്കുന്നതിനെക്കുറിച്ച് കൂടി നിങ്ങൾ ചിന്തിക്കണം. അവിടെ ധാരാളം എസ്റ്റേറ്റുകൾ അതുപോലെ വ്യക്തികളിലൊക്കെ ഒരുപാട് വസ്തു ഇരിപ്പുണ്ട്. ഞാൻ ആളുകളുടെ പേരൊന്നും പറയുന്നില്ല. അത് തീർച്ചയായും ഗവൺമെൻറ് അത് തിരിച്ചെടുക്കുകയോ അല്ലെങ്കിൽ നാമമാത്രമായ തുക കൊടുത്ത് വാങ്ങുകയോ ഒക്കെ ചെയ്തുകൊണ്ട് തീർച്ചയായും സ്ഥലം കണ്ടെത്തുക തന്നെ വേണം. പക്ഷേ സുരക്ഷിതമായ സ്ഥലം തന്നെ തീർച്ചയായും കണ്ടെത്തണം. ഓക്കെ.